ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അടുത്തുള്ള കുളങ്ങളിലും വയലിലൊക്കെ വരാലിനെ പിടിക്കാൻ പോണതാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ കുളത്തിൽ വന്ന് നോക്കിയപ്പോൾ നമ്മളെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു നാടൻ വരാൽ പൊങ്ങി നിൽക്കുന്നു. അതിൻ്റെ അടുത്തിട്ട് ഫ്രോഗ് അനക്കിയിട്ട് അത് മൈൻഡ് പോലും ചെയ്യാതെ നേരെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ആകെ കിട്ടിയത് ഈ ഒരു തവള മാത്രമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ ചെന്ന് ഇറങ്ങിയത് നമ്മളെ ഫ്രണ്ടിലായിട്ട് തന്നെ 2-3 നാടൻ വരാൽ പൊങ്ങി നിൽക്കുന്നു. അങ്ങനെ നമ്മളെ ഫ്രോഗും എടുത്ത് കിട്ടി. അപ്പോഴേ എറിഞ്ഞതും തന്നെ നമുക്ക് ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ ഒരു വരാൽ സ്ട്രൈക്ക് തന്നു. അതാണെങ്കിൽ തന്നെ നല്ല സ്ട്രൈക്കായിരുന്നു. ആദ്യം അടിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ അത് പിറകെ വന്ന് കിടന്നടിച്ച്. അത് കടിച്ച സമയത്ത് തന്നെ നമ്മൾ അപ്പോഴേ ഹുക്കപ്പ് എടുത്ത് ഒറ്റ വലിക്ക് തന്നെ കരയെടുത്ത് ഇടുകയും ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് നാടൻ വരാൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ഈ മീൻ കിട്ടിയത് അവിടെ കൂടെ നിന്ന മീൻ മൊത്തം ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് എറിഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു സ്ട്രൈക്ക് കിട്ടി. നമ്മൾ റിട്രീവ് ചെയ്ത് ഇങ്ങനെ എത്താറായപ്പോഴായിരുന്നു അതിൻ്റെ സ്ട്രൈക്ക്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ മീൻ മിസ്സാവുകയും ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രൈക്കായിരുന്നു. പക്ഷെ നമ്മളെ ഭാഗ്യക്കേട് കൊണ്ട് തന്നെ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ആദ്യം വന്ന സ്ഥലത്ത് തന്നെ എറിഞ്ഞപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു വരാലും കൂടെ കിട്ടി. അങ്ങനെ നമ്മൾ വേറെ സ്പോട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ആദ്യമേ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് മണ്ണ് കുഴിച്ച് കുറേ കടന്തൽ കൂട് വെച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ ഇതും ഒന്ന് ശ്രദ്ധിക്കണം. മരത്തിൽ മാത്രമല്ല താഴെയും കടന്തലൊക്കെ കൂട് വയ്ക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി വേറെ സ്പോട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അത്യാവശ്യം ചാലുകളൊക്കെ കാണാൻ പറ്റി. ആ ചാലിലാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മീനിൻ്റെ ആക്ടിവിറ്റിയും കാണുന്നുണ്ട്. നമ്മളെ ഫ്രോഗ് അങ്ങനെ എടുത്ത് കാസ്റ്റ് ചെയ്തത് നമുക്ക് പെട്ടെന്നൊരു സ്ട്രൈക്ക് അങ്ങ് കിട്ടി. നമ്മളാണെങ്കിൽ കുറച്ച് നേരം ഫ്രോഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയിട്ട് പിന്നെ ഒരു രക്ഷയില്ല. ആ മീനെ കണ്ട പോലും ഇല്ല അവിടെ. അങ്ങനെ നമ്മൾ വേറെ സ്പോട്ടിലൊക്കെ പോയിട്ടൊന്ന് തിരിച്ചൊന്ന് നോക്കിയപ്പോൾ പിന്നെ അവിടെ തന്നെ മീനിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫ്രോഗ് മാറ്റി അവിടെ അങ്സ എന്ന് പറഞ്ഞ ഫ്രോഗ് എടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് 2-3 തവണ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനമായിട്ട് എറിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്നൊരു മീൻ ചാടി ഒന്നങ്ങ് അടിച്ചിട്ട് അതേ കണക്കങ്ങ് പോയി. ഇതൊരു ചെറിയ വരാലായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാതെ വേറെ സ്പോട്ടിലോട്ട് പോയി. വേറെ സ്പോട്ടിൽ ചെന്നത് അവിടെ മൊത്തം കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നു. ബ്രാലുകൾ എല്ലാ സ്ഥലത്തും നോക്കിയാലും കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം കാസ്റ്റ് ചെയ്യാതെ തന്നെ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അക്കൗണ്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ.